അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പുറത്തേക്ക് വരും. അതിനുവേണ്ടിയാണ് ഏതായാലും കാത്തിരിക്കുന്നത്. ഉടൻ തന്നെ അവർ പുറത്തേക്ക് എത്തും. ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകും. അദ്ദേഹം പുറത്തേക്ക് എത്തി. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം കണ്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഏതായാലും ഇവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാൻ കഴിയുമായിരിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുമ്പോൾ അവരുമായി ആശയവിനിമയം നടത്തി VD സതീശൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തണം, സമയത്തിൻ്റെ കാര്യമൊക്കെ വാച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഏതായാലും മുഖ്യമന്ത്രിയും മുഹമ്മദ് ഷിയാസും അദ്ദേഹത്തിനോടൊപ്പം ഏതായാലും ആ വാഹനത്തിൽ ഒന്നിച്ച് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും കടന്നുവരവിനാണ്. എയർപോർട്ടിനകത്ത് അവരെത്തിയിട്ടുണ്ട്. മറ്റ് നേതാക്കളെ എല്ലാം തന്നെ കാണുകയാണ്. നേതാക്കളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഏതായാലും എയർപോർട്ടിന് അകത്ത് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. DK ശിവകുമാർ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ രേവന്ത് റെഡ്ഡി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോഴും എയർപോർട്ടിനകത്ത് തുടരുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിന് ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അവരുടെ വാഹനങ്ങളെല്ലാം ഇവിടെ സജ്ജീകരിച്ച് തയ്യാറാക്കി ഇട്ടിരിക്കുകയാണ്. പ്രത്യേകമായിട്ടുള്ള പോലീസിൻ്റെയും അതോടൊപ്പം സേനയുടെയും സുരക്ഷാ സംവിധാനങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ എയർപോർട്ടിന്റെ ഭാഗത്തും അതോടൊപ്പം ഈ മന്ത്രിസഭാ രൂപീകരണം അതിനൊരു പുതുമയും പുതുമുഖങ്ങളുടെ ഒരു വലിയ പ്രാതിനിധ്യം ഉണ്ടല്ലോ. പുതുമുഖങ്ങളും സീനിയേഴ്സും ചേർന്നിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. ഇനി CM ക്യാപ്റ്റന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? അങ്ങ് ഇപ്പോൾ നല്ല പെർഫോമൻസ് ആയിരിക്കും. പ്രതിപക്ഷ നേതാവായിട്ട് നന്നായി ഷൈൻ ചെയ്ത VD സതീശൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നന്നായി ഷൈൻ ചെയ്യും. ഇന്ദിരാഗാന്ധിയുടെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടൻ 1 by 1 ആയി അത് ക്യാബിനറ്റ് യോഗത്തിലേ പറയാൻ കഴിയും. നന്ദി. K മുരളീധരനാണ്, നിയുക്ത മന്ത്രി ശ്രീ K മുരളീധരനാണ് ഇപ്പോൾ നമ്മളോട്. ക്യാപ്റ്റന്റെ പെർഫോമൻസ് ആയിരിക്കും എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം. K മുരളീധരൻ സത്യപ്രതിജ്ഞയ്ക്കായി അകത്തേക്ക് പോവുകയാണ്. K മുരളീധരൻ അകത്തേക്ക് പോകുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ വാഹനമാണ് ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ VIP ഗേറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. നിയുക്ത മന്ത്രിമാർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഐപികൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തിക്കൊണ്ട് ഷിബു ബേബി ജോൺ സത്യപ്രതിജ്ഞയ്ക്കായി അകത്തേക്ക് പോവുകയാണ്. നിയുക്ത മുഖ്യമന്ത്രിയാണോ വരുന്നത് അതോ മറ്റേതെങ്കിലും സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരാണോ വരുന്നത് എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഒരു വലിയ VIP മൂവ്മെന്റ് ക്രമീകരണമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. മന്ത്രിമാർ ഓരോരുത്തരായി VD സതീശൻ ഇപ്പോൾ അകത്തേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ പന്തലിലേക്ക് ദൃശ്യമാണ് കണ്ടത്. VD സതീശൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് മന്ത്രിമാരും ഓരോരുത്തരായി എത്തുന്നു. VIP ഗേറ്റ് കടന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞയ്ക്കായി പുതിയ മുഖ്യമന്ത്രി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കടക്കുകയാണ്. കടലിരമ്പമാണ് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതാണ്. VD സതീശൻ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിന് ഉള്ളിലേക്ക് കടക്കുകയാണ്. കടലിരമ്പമാണ്, അക്ഷരാർത്ഥത്തിൽ കടലിരമ്പമാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിനുള്ളിലെ ആരവം നമുക്ക് കേൾക്കാം. ഗേറ്റിന് വെളിയിൽ നമുക്കത് കേൾക്കാൻ കഴിയും. ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതായി സെൻട്രൽ സ്റ്റേഡിയത്തിന് ഉള്ളിലേക്ക് കയറുകയാണ്. ഇതിനേക്കാൾ വലിയ VIP ഇന്നത്തെ ദിവസമില്ല. VIP ഗേറ്റ് വഴി അദ്ദേഹം VD സതീശൻ അകത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി സത്യപ്രതിജ്ഞ പന്തലിനുള്ളിലെ മൂവ്മെന്റ് ആണ് വേണ്ടത്. ആ പന്തലാകെ പൊട്ടിത്തെറിക്കുന്നത്, ആഹ്ലാദാരവങ്ങൾ ഉയരുന്നത് പ്രേക്ഷകർ കേൾക്കുന്നുണ്ടാവുമല്ലോ. VD സതീശൻ സത്യപ്രതിജ്ഞാ പന്തലിൽ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി അകത്തേക്ക് എത്തുമ്പോൾ ഉയരുന്ന ആഹ്ലാദം, ആരവം നമ്മൾ കേൾക്കുന്നു. നേരത്തെ ആ സ്ക്രീനിൽ ഒരു വേള അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേൾപ്പിച്ചപ്പോൾ ഉയർന്ന ആരവം അതിന്റെ 10 മടങ്ങ് ഇരട്ടിയിൽ VD സതീശൻ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉയരുകയാണ്.